നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകർക്കും കെയറിംഗ് ഹാൻഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭകാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യം എങ്ങനെ കണ്ടെത്താം എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം അരുമനയിലെ യാന മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജീനു ബാബു ആണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗർഭകാലത്തെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യം എങ്ങനെ കണ്ടെത്താം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ ഡയൽ ചെയ്യുക. ഇതൊരു 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഫോൺ ഇൻ ലൈവ് സെഷൻ പ്രോഗ്രാമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് ഡയൽ ചെയ്ത് നേരിട്ട് ഡോക്ടറോട് സംശയങ്ങൾ ചോദിച്ചെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കടക്കാമല്ലേ ഡോക്ടർ? മെയിനായിട്ടും നമ്മൾ ഈ ഒരു വിഷയത്തിൽ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടത്? മന്ത്ലി സ്കാനിങ് ആണോ, അങ്ങനെയാണോ? നമുക്കിതിലൊരു കറക്റ്റ് റിസൾട്ട് വെച്ചിട്ടാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രഗ്നൻസിയിൽ പ്രധാനമായിട്ടും 4 സ്കാനുകളാണ് നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ ഒരു 7 ആഴ്ചയോട് കൂടിയിട്ടാണ് ഫസ്റ്റ് സ്കാനിങ് ചെയ്യേണ്ടത്. അത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് നോർമലാണോ, കുഞ്ഞിൻ്റെ വളർച്ച നോർമലാണോ, ഗർഭപാത്രത്തിൻ്റെ അകത്ത് തന്നെയാണോ പ്രഗ്നൻസി എന്നൊക്കെ കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 7 ആഴ്ചയിൽ ചെയ്യുന്ന ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്ന സ്കാനിങ് നമ്മൾ ചെയ്യുന്നത്. അത് ചിലർക്ക് പ്രഗ്നൻസി ട്യൂബിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ചിലരുടെ പ്രഗ്നൻസി വളർച്ചയില്ലാതെ മിസ്കാരേജ് എന്നൊക്കെ പറയും, അതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ 7ാമത്തെ ആഴ്ചയിലുള്ള സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ്. പക്ഷേ ഈ സ്കാനിങ്ങിൽ നമുക്ക് കുഞ്ഞിൻ്റെ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാരണം കുഞ്ഞിനൊരു മില്ലിമീറ്ററുകളിലുള്ള വളർച്ച മാത്രമേ കുഞ്ഞിനുണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി കുഞ്ഞ് വലുതായതിനു ശേഷം 3ാം മാസത്തിൽ, അതായത് 12 തൊട്ട് 14 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യുന്ന സ്കാനിങ് ആണ് NT സ്കാനിങ് അഥവാ ജനറ്റിക് സ്കാനിങ് നമ്മൾ പറയും. അത് നിർബന്ധമായിട്ടും എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ട സ്കാനിങ് ആണ്. സ്കാനിങ്ങിനോടൊപ്പം തന്നെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേബിക്ക് കമ്പൈൻഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് സ്കാനിങ്ങും ബ്ലഡിൻ്റെ റിപ്പോർട്ടും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 5ാം മാസത്തിൽ, അതായത് 18 തൊട്ട് 20 ആഴ്ചയ്ക്കുള്ളിലാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം സ്കാനിങ്ങിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സ്കാനിങ്ങിനാണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. ഈ അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും, അത് കുഞ്ഞിൻ്റെ മുഖം, അതായത് മുഖത്തിൻ്റെ ഷേപ്പ്, മുഖത്തുള്ള വൈകല്യങ്ങൾ, ഹാർട്ട്, ലിവർ, കിഡ്നി, കുടൽ, എല്ലാ അവയവങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് 5ാം മാസം, അല്ലെങ്കിൽ 18 to 20 വീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്കുള്ള വൈകല്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ചില പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന മറ്റൊരു സ്കാനാണ് ഫീറ്റൽ എക്കോ എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഡൾട്ട്സിൻ്റെ എക്കോ എടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്ക് എക്കോ എടുക്കാനായിട്ട് സാധിക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ എല്ലാവർക്കും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സ്കാനിങ് അല്ല. അത് പ്രത്യേകിച്ച് റിസ്ക് ഉള്ളവരുണ്ടാവും. അത്തരക്കാർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഫീറ്റൽ എക്കോ സ്കാനിങ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ 7ാം മാസം തൊട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ വളർച്ച നോക്കാൻ വേണ്ടിയുള്ള ഗ്രോത്ത് സ്കാനിങ്ങുകൾ എടുക്കേണ്ടതാണ്. ഇത്രയുമാണ് പ്രഗ്നൻസിയിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട സ്കാനിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ഫീറ്റൽ എക്കോ സ്കാനിങ് എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, അത് എന്താണ് ആ റിസ്ക് ഫാക്ടേഴ്സ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിലോട്ട് എത്തുന്നത്? അതായത് മദറിൻ്റെ ഏജ് ഇപ്പോൾ ഒരു 35 ഇയേഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അവരൊരു അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് ആണ്. അതായത് 35 ഇയേഴ്സിന് മുകളിലുള്ള ഏത് പ്രഗ്നൻസി നമ്മളൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് തന്നെ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള അമ്മമാർക്കും ഷുഗറുള്ള അമ്മമാർക്ക്, അതായത് പ്രഗ്നൻസിയിൽ ജസ്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഷുഗർ ആണെങ്കിൽ കുഴപ്പമില്ല. പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപോ പ്രഗ്നൻ്റ് ആയി ഉടനെ തന്നെയോ അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗേഴ്സ് ഉള്ള അമ്മമാർക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിൽ വൈകല്യങ്ങൾ, അത് വാൽവിൽ പ്രോബ്ലംസ്, മറ്റ് സീരിയസ് ആയിട്ടുള്ള ലീത്തൽ അനോമലീസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലുള്ള അമ്മമാർക്കും ഫീറ്റൽ എക്കോ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ബേബിക്ക്, അതായത് ആ അമ്മയുടെ തന്നെ മൂത്ത കുട്ടിക്ക് ഹാർട്ടിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതാണ്. അതുപോലെ അവരുടെ ഫാമിലിയിൽ കൺജനിറ്റലായിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ചെറുപ്പത്തിലെ അമ്മയ്ക്കുണ്ട്, അമ്മയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ട്, പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അത്തരക്കാരിൽ നമ്മൾ ഫീറ്റൽ എക്കോ എന്ന് പറയുന്ന സ്കാനിങ് എടുത്തിരിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? മാഡം, എൻ്റെ ശ്വേത എന്നാണ് പേര്. ശ്വേത, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ. ഹലോ, പറഞ്ഞോളൂ ശ്വേത. മാഡം, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. എനിക്കിപ്പോ 3 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം എനിക്കിപ്പോ നിലവില് BP ഉണ്ട്, ഷുഗറും ഉണ്ട്. ഷുഗർ അൺകൺട്രോൾ അല്ല, കൺട്രോൾഡ് ആണ്. എന്നാൽ കൂടിയും ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ അവര് പറയുന്നത് ഷുഗർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ എന്നോട് ഇവര് ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസത്തിലെ സ്കാനിങ്ങിനോടൊപ്പം. അതെ, അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ചെന്നപ്പോ അങ്ങനെയാണ് എനിക്ക് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പൊ ഞാന് ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിന്റെ വൈകല്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എന്തിനാണെന്നുള്ളത്, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ സ്കാൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടോ എന്നുള്ളത് അറിയാനാണ്. കാരണം ഈ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പം 3 പ്രാവശ്യവും കണ്ട് അവര് സ്കാൻ ചെയ്തായിരുന്നു. ഷുഗർ എന്ന് പറയുന്നത് ഇൻസുലിൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതോ ഡയറ്റ് കൺട്രോളോ ടാബ്ലറ്റ്സോ ആണോ തന്നിരിക്കുന്നത്? ഒരു ടാബ്ലറ്റ് തന്നായിരുന്നു, പക്ഷെ എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്റെ കൈവശം ഇല്ല. ഒരു ടാബ്ലറ്റ് അവര് തന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു നേരം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഷുഗർ BP ഒക്കെ വരുന്നത്. ഏജ് എത്രയാണ്? എനിക്കിപ്പോ 25 ആയി. 25 ആയി. ഓക്കെ. അപ്പൊ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറിനാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. അപ്പോൾ അത് കൺട്രോൾഡ് ആണ്. ഇൻസുലിൻ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് നേരത്തെ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഷുഗർ എപ്പോഴെങ്കിലും? ഇല്ല, ഇത് ഫസ്റ്റ് ടൈം ആയപ്പം ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി. HbA1c എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തിരുന്നോ, ബ്ലഡ് ടെസ്റ്റ്? ചെയ്തു. എത്രയുണ്ടായിരുന്നു നോർമൽ വാല്യൂ? എത്രയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലെന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ HbA1c നമ്മൾ 6.5 മുകളിലാണെന്നുണ്ടെങ്കിൽ ഹൈ ആണ്. HbA1c 8 10 ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ ബേബിക്ക് ചിലപ്പം എന്തെങ്കിലും കഞ്ചറിറ്റലായിട്ടുള്ള, അതായത് എന്തെങ്കിലും വൈകല്യങ്ങൾ പോലെയൊക്കെ വരാനുള്ള ഒരു ചെറിയ റിസ്ക് ഉണ്ട്. വരണം എന്നല്ല, ചെറിയൊരു റിസ്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സ്കാനിങ് നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ ഷുഗർ കൺട്രോൾ നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്കാനിങ്ങുകൾ നമ്മൾ നല്ല സ്കാനിങ്ങുകൾ തന്നെ, അതായത് NT സ്കാനിങ് ആയാലും നമ്മൾ 5-ാം മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാനിങ് ആയാലും ഒരു ഫീറ്റൽ മെഡിസിൻ ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് സ്കാനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി വേണം. ഇതിനിടയ്ക്ക് എന്നോട് ഇപ്രാവശ്യം ലാസ്റ്റ് ചെന്നപ്പോ പറഞ്ഞായിരുന്നു 5 മാസോ എങ്ങാണ്ടാവുമ്പോഴത്തേനും ഫീറ്റൽ സ്കാൻ ചെയ്യണം. ഫീറ്റൽ സ്കാൻ ചെയ്യണം, അതായത് ബേബീസിന്റെ സ്കാൻ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആണ് ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5th മന്തും 3rd മന്ത് സ്കാനിങ്ങും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൺസൾട്ടേഷനും ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് ഫീറ്റൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സാണ്. ഓക്കെ മാഡം, എന്റെ ഒരു സംശയം കൂടിയാണ്. നമ്മൾ ഈ കണ്ടിന്യൂസ് ഇങ്ങനെ സ്കാൻ എടുക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിന് ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും? ഇല്ലില്ല. നമ്മൾ പ്രഗ്നൻസിയിൽ എടുക്കുന്ന സ്കാനിങ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അത് നമ്മൾ റേഡിയേഷൻ ഉള്ള സ്കാനിങ് അല്ല, അതൊരു സൗണ്ട് വേവ്സ് പാസ് ചെയ്തിട്ട് ബേബീനെ കാണുന്ന സ്കാനിങ് ആണ്. അപ്പോൾ അത് സേഫ് ആയിട്ടുള്ള ലെവലിലുള്ള എനർജി മാത്രമേ അതിൽ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് പ്രഗ്നൻസിയിൽ ബേബീസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കുഴപ്പമില്ല, വോക്ക് ചെയ്യണം. ഷുഗർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഡോക്ടർ, ഈ കോളറിൻ്റെ തന്നെ മറ്റൊരു ഡൗട്ട് എനിക്ക് വന്നത്, ജനറലി കേട്ടിട്ടുണ്ട് എക്സ്റേസ് ഒക്കെ എടുക്കുന്നതും ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പൊതുവേ ഉള്ളൊരു സംസാരമാണ്. അതിൽ സീരിയസ് ആണോ അങ്ങനെ എന്തെങ്കിലും? അതായത് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഒത്തിരി പേര് നമ്മുടെ അടുത്തൊക്കെ പ്രഗ്നൻസി അബോർഷൻ ആക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി നമ്മൾ എക്സ്റേ എടുത്തു, അത് ഏത് ഭാഗത്തിൻ്റെ എക്സ്റേ എടുത്തു എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ 3 മാസമാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ അവയവങ്ങളും ഓർഗനോജനസിസ് എന്ന് പറയുന്നത്. 3-ാമത്തെ ആഴ്ച തൊട്ട് 8-ാമത്തെ ആഴ്ചയ്ക്ക് ഇടയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ അവയവങ്ങളും രൂപപ്പെടുന്ന സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും റേഡിയേഷൻ എക്സ്പോഷർ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് അല്ലാത്ത മെഡിസിൻസ് എന്തെടുത്താലും അത് കുഞ്ഞുങ്ങളെ ബാധിക്കാനും അവരുടെ അവയവങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ എക്സ്റേ ഇപ്പം നമ്മൾ കാലിൽ അല്ലെങ്കിൽ ഒരു ആങ്കിളിലാണ് എടുത്തത്, നമ്മുടെ വയറിൽ നിന്നും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് എക്സ്റേ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് പോയി എക്സ്റേ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെഡ് ഏപ്രൺ പോലെയുള്ള ഏപ്രൺ വെച്ച് നമുക്ക് വയറൊക്കെ ഷീൽഡ് ചെയ്തതിന് ശേഷം എക്സ്റേ എടുക്കാവുന്നതാണ്.
ഇപ്പം നമ്മൾ അറിയാതെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാതെയാണ് പോയി സ്കാൻ എടുത്താലും നമ്മുടെ ഈ എക്സ്റേ എന്നൊക്കെ പറയുന്നത് വളരെ മിനിമൽ റേഡിയേഷനേ വരുന്നുള്ളൂ. ഒരു എക്സ്റേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ പോലെ നമ്മൾ ഏത് എക്സ്റേ ആണ് എടുത്തത്, ഏത് ഭാഗത്തിൻ്റെയാണ് എടുത്തത് എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ഡോക്ടർ, ഈ ഡൗൺ സിൻഡ്രോം പോലത്തെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഈ 3-ാം മാസത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് ജനറ്റിക് ഇഷ്യൂസ് നമുക്ക് ബേബീസിന് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന 3 ജനറ്റിക് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ട്രൈസോമി 21 എന്ന് പറയും, പിന്നെ ട്രൈസോമി 18, ട്രൈസോമി 13. അങ്ങനെ 3 ജനറ്റിക് പ്രശ്നങ്ങളാണ് നമ്മൾ 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പണ്ടൊക്കെ ഇത് ഏജ് കൂടിയ മദേഴ്സിന്, അതായത് ഒത്തിരി നമുക്കറിയാം പണ്ടോട്ടേ പറയുന്ന കാര്യമാണ് മദറിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് ബേബീസിന് പ്രോബ്ലംസ് വരാം, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാകാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഏജിലും ഇത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ഈ 3-ാം മാസത്തിൽ ഒരു NT എന്ന് പറയുന്ന സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള ഒരു മെഷർമെൻ്റ് ഉണ്ട്. ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻ്റാണ്. അതും കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ എല്ല്, നെയ്സൽ ബോണ്, അങ്ങനെ കുറച്ച് മാർക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇതിനോടൊപ്പം തന്നെ മദറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് കൂടെ നമ്മൾ എടുക്കും. ചില ഹോർമോൺസ് നമ്മുടെ മദറിൻ്റെ ബ്ലഡിലുള്ളത്, ഒന്ന് പ്ലാസൻ്റയിൽ നിന്ന് വരുന്ന ഹോർമോണുണ്ട്, ഒന്ന് പ്രഗ്നൻസി ഹോർമോണുണ്ട്. പിന്നെ ഈ സ്കാനിങ്ങിൽ കാണുന്ന NT സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടെല്ലാം വെച്ചിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഒരു സോഫ്റ്റ്വെയറിൽ കയറ്റി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഒരു റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ഈ 3-ാം മാസത്തിലെ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോർമൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് വരത്തില്ല. ലോ റിസ്ക്, ഇൻ്റർമീഡിയറ്റ് റിസ്ക്, ഹൈ റിസ്ക്, അങ്ങനെ 3 കാറ്റഗറിയിലാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ലോ റിസ്ക് ആയിട്ട് വരുന്നവരെല്ലാം നമ്മൾ നോർമൽ കാറ്റഗറി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിന് ഇൻ്റർമീഡിയറ്റ് റിസ്ക്കോ അല്ലെങ്കിൽ ഹൈ റിസ്ക്കോ ഇതൊരു സ്ക്രീനിങ് ആണ്. അതായത് നമ്മളിപ്പോൾ മാമോഗ്രാം ഒക്കെ ബ്രസ്റ്റിൽ നമ്മൾ ചെയ്യുന്നൊക്കെ ഒരു സ്ക്രീനിങ് ആണ്, അല്ലാതെ അത് വെച്ച് നമുക്ക് 100% നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജനറ്റിക് പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഈ നമ്മൾ യൂണിവേഴ്സലി എല്ലാ ഗർഭിണികൾക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. എന്നാൽ ഈ ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് എല്ലാ ഫെസിലിറ്റീസിൽ നിന്ന് അവൈലബിൾ ആണ്. 100% കുഞ്ഞിന് കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഡോക്ടർ, നമുക്ക് ടെസ്റ്റിലോട്ടൊക്കെ കിടക്കാം. എന്തൊക്കെയാണ് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഇതിന് വേണ്ടിയുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ആണ് നമ്മൾ സ്ക്രീനിങ്ങിനായിട്ട് ഇനീഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിങ്. അത് കൺഫേം അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടാൽ അത് 100% അല്ല. ഈ ഡബിൾ മാർക്കർ ടെസ്റ്റിന് ഒരു 90% മാത്രമേ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുള്ളൊരു ടെസ്റ്റാണ്. പക്ഷേ നമുക്ക് 100% കണ്ടുപിടിക്കാൻ കഴിയുന്ന ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൽ 2 ടെസ്റ്റുകളുണ്ട്. ഒന്ന് NIPT എന്ന് പറയുന്നത് അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. മദറിൻ്റെ ബ്ലഡിൽ ബേബിയുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA എടുത്ത് അത് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ചെയ്യുന്ന ടെസ്റ്റിനാണ് NIPT എന്ന് പറയുന്നത്. ഇതും 100% അല്ല, ഒരു 99% നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏജ് കൂടിയ മദേഴ്സൊക്കെയാണ് അല്ലെങ്കിൽ ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് റിസ്ക് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ നീഡിൽ ടെസ്റ്റിനോടുള്ള പേടിയുണ്ടാവും. കാരണം ഈ നീഡിൽ ടെസ്റ്റ് എപ്പോഴും ചെറിയൊരു റിസ്ക് ഉള്ള ടെസ്റ്റാണ്. 1% അബോർഷൻ ആകാനും ഫ്ലൂയിഡ് ബ്രേക്ക് ആവാനും ഒക്കെയുള്ളൊരു റിസ്ക് വരാനുള്ള സാധ്യതയുള്ള ടെസ്റ്റ് ആയതുകൊണ്ട് ചില കപ്പിൾസ് ഓപ്റ്റ് ചെയ്യുന്നത് NIPT എന്ന് പറയുന്ന ടെസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് 100% അല്ല. NIPTയിലും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ഡെഫിനറ്റ്ലി അവർ ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിലോട്ട് പോകണം. ഈ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത് ബേബിക്ക് ചുറ്റുമുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ബേബിയുടെ സെൽസ് നമുക്ക് ഡയറക്റ്റ്ലി ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മൾ ഈ പറഞ്ഞ 3 ജനറ്റിക് ടെസ്റ്റ് പ്രോബ്ലംസ് മാത്രമല്ല, ഒരു നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യണോ അങ്ങനെ ഒരു മൈക്രോ അരേ എന്നൊക്കെ പറഞ്ഞ ഒരു വൈഡ് റേഞ്ചിലുള്ള കുറേ ടെസ്റ്റുകൾ അതിൽ അവൈലബിൾ ആണ്. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. എന്നാലും നമുക്ക് 100% അറിയാനായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 100% കണ്ടുപിടിക്കാനായിട്ട് കഴിവുള്ള ടെസ്റ്റുകൾക്കാണ് ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ആംനിയോസെൻറ്റസിസ് ആണോ? അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ ഒരു ആംനിയോസെൻറ്റസിസ് പോലെയുള്ളൊരു പ്രൊസീജിയറിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നാൽ പോലും മജോറിറ്റി ആളുകളിൽ, അതായത് 99% ആളുകളും കോംപ്ലിക്കേഷൻ വരത്തില്ല. 1% ചെറിയൊരു റിസ്ക് ഉണ്ട് അബോർഷൻ ആകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ആ ഒരു വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് ആ വൈകല്യങ്ങളെ പറ്റിയും ജനറ്റിക് വൈകല്യങ്ങൾ മാത്രം, ജനറ്റിക് അല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ വരാം.
അപ്പോൾ പലതരത്തിലാണ് വൈകല്യങ്ങൾ വരുന്നത്. ചിലർക്ക് ജനറ്റിക് ആയിട്ട് വരാം, ചിലർക്ക് കുഞ്ഞ് രൂപപ്പെടുന്ന സമയത്ത് ഓർഗൻസിൽ ഓരോ അവയവങ്ങളിലും വരുന്ന വൈകല്യങ്ങളാകാം. അതിന് സ്ട്രക്ചറൽ അനോമലീസ് എന്ന് പറയും. അത് നമുക്ക് ആംനിയോസെന്റസിസിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ സ്കാനിങ് വഴി തന്നെ കുഞ്ഞിനിപ്പം എന്തെങ്കിലും കിഡ്നിയിൽ നീർക്കെട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്, കുടലിൽ ബ്ലോക്കുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്, പല പല വൈകല്യങ്ങൾ ഉണ്ടാവും. ചില കുഞ്ഞുങ്ങളുടെ കാല് വളഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ സ്ട്രക്ചറൽ അനോമലീസ് എന്ന് പറയും. സ്ട്രക്ചറൽ അനോമലീസ് കഴിവതും നമുക്ക് അങ്ങനെ ചില ഹാർട്ടിൻ്റെ വലിയ വലിയ അനോമലീസ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്റ്റർ ബർത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അനോമലീസ് ആയിരിക്കും. ഇപ്പോൾ കാല് വളഞ്ഞിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ അവരുടെ കാല് പ്ലാസ്റ്ററൊക്കെ വെച്ച് നോർമൽ ഷേപ്പിലോട്ടാക്കി ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരുടെ കാലിൻ്റെ ഷേപ്പൊക്കെ നോർമലായിട്ട് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വഴിയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കിഡ്നിക്കൊക്കെ ചെറിയ നീർക്കെട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഹാർട്ടിൽ മാത്രം ചെറിയൊരു ഹോളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസി നമ്മൾ അബോർഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് സ്ട്രക്ചറൽ അനോമലീസ്. പക്ഷേ ജനറ്റിക് അനോമലീസിൻ്റെ ഭാഗമായിട്ടും ഈ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് കപ്പിൾസാണ്. അവരൊരു ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം അതിനെ പ്രഗ്നൻസിയെ പറ്റിയുള്ള തീരുമാനം അവർ എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കും. നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജനറ്റിക്കലി ഇത് വരുന്നതാണല്ലോ. പക്ഷേ അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് കാരണം നമ്മുടെ ഫീറ്റസിനെ ഇത് ബാധിക്കുന്ന അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്? അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഈ ഡയബറ്റിസ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡയബറ്റിസ് ഒക്കെ വരുമ്പോൾ അൺകൺട്രോൾഡ്, ഞാൻ ഓൾറെഡി കോളറോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺകൺട്രോൾഡ് ഡയബറ്റിസ് ആണ് നമ്മുടെ HbA1c, അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ കൺട്രോളാണ്. പ്രീവിയസ് 3 മന്ത്സിലെ കൺട്രോളാണ് നമുക്ക് HbA1cയിൽ കാണുന്നത്. അപ്പോൾ അതൊരു 8 above ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബേബിക്ക് ഹാർട്ട് അനോമലീസ് വരാനും അതുപോലെ തന്നെ നാഡീരോഗങ്ങൾ, സ്പൈനൽ കോഡിലൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്യണം, വെയിറ്റ് റിഡക്ഷൻ ചെയ്യണം. പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൺട്രോൾ ആക്കിയതിന് ശേഷം ഒരു പ്രഗ്നൻസിയിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അനോമലീസ് ആണ്. ഓക്കെ ഡോക്ടർ, ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എന്റെ പേര് ധന്യ എന്നാണ്. ധന്യ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പരവൂർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് ഇപ്പൊ പ്രഗ്നന്റ് ആണ്, ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അപ്പോ ഈ സ്കാൻ ചെയ്യാനായിട്ടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഡോക്ടേഴ്സ്. അപ്പൊ എന്താണ് ഈ NT സ്കാൻ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? അതായത് 3-ാം മാസത്തിൽ നമ്മൾ 11 തൊട്ട് 14 ആഴ്ച, ഐഡിയലി 12 തൊട്ട് 14 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ് വഴി ചെയ്യുന്ന ഒരു ജനറ്റിക് സ്ക്രീനിങ് സ്കാനാണ് NT സ്കാൻ എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും എല്ലാ ഗർഭിണികളും ചെയ്തിരിക്കേണ്ട സ്കാനിങ് ആണ്. അപ്പം ഈ ജനറ്റിക് സ്കാനിങ്ങിൻ്റെ ഒപ്പം തന്നെ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടെ അത് സെയിം ദിവസം തന്നെ ചെയ്യുന്ന, എവിടെയാണോ ചെയ്യുന്നത് അവിടെ തന്നെ ബ്ലഡ് പരിശോധിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇന്ന് സ്കാൻ ചെയ്യുന്നത് നാളെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല, കാരണം ആ ബ്ലഡിൻ്റെ വാല്യൂവിലൊക്കെ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ NT സ്കാനിങ്ങിൽ 3-ാം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജനറ്റിക് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളുടെ സാധ്യതയാണ് അതില് അങ്ങനെ. അപ്പൊ അത് എത്രത്തോളം ആക്യുറസി ഉണ്ടാവും ഡോക്ടർ? കാരണം ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് 1-2 വാർത്തകളൊക്കെ ഈ വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നല്ലോ. അപ്പോ ടെസ്റ്റ് ചെയ്തിട്ടും അറിഞ്ഞില്ല എന്നുള്ള തരത്തിൽ. അപ്പോ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് നമുക്കൊരു ഈ NT സ്കാനിങ്ങും ഡബിൾ മാർക്കറും എന്ന് പറയുന്ന ടെസ്റ്റുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 90% നമുക്ക്, അതായത് 100 പേർക്ക് ചെയ്യുവാണെങ്കിൽ 90 ആളുകൾക്ക്, 90 പേഷ്യൻസിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 10% ആളുകൾക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിപ്പം അല്ലാത്ത സ്കാനിങ് ആണെങ്കിൽ ഒരു സ്കാനിങ് നമുക്ക് 100% വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന സ്കാനിങ്ങുകളല്ല. പക്ഷേ ഭയങ്കര ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമായ വൈകല്യങ്ങളും ഗുരുതരമായ ജനറ്റിക് പ്രശ്നങ്ങളും നമുക്ക് സ്കാനിങ്ങിലൂടെയും ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ജനറ്റിക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂട്രസിനകത്ത് വെച്ചൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ അതിൽ എത്രത്തോളം ഉണ്ട് വൈകല്യങ്ങൾ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ആ കുഞ്ഞിൻ്റെ ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനറ്റിക് പ്രോബ്ലംസ് അല്ലാത്ത വൈകല്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ആഫ്റ്റർ ഡെലിവറി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
ഡോക്ടർ ഒരു സംശയം കൂടെ, ഈ ഓട്ടിസം നമുക്ക് എപ്പോഴാണ് കുട്ടികളുടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് ഈ ഗർഭാവസ്ഥയിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓട്ടിസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വരുന്ന ഒരു ബിഹേവിയറൽ പ്രശ്നമാണ്. അത് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞൊരു 2-3 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് പല കുഞ്ഞുങ്ങളിലും ഓട്ടിസം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ ജനറ്റിക് ടെസ്റ്റിംഗ് വഴിയോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഓട്ടിസം ഉണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ പോകുമെന്നൊന്ന് ഓട്ടിസത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബിഹേവിയറൽ തെറാപ്പിയാണ്. കുട്ടികൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള കൗൺസിലിങ്ങും അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഡെവലപ്മെന്റൽ തെറാപ്പികളും, അങ്ങനെ അല്ലാതെ ഒരു മെഡിസിൻ വെച്ചിട്ടൊന്നും നമുക്ക് ഓട്ടിസം കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ ഓക്കെ, നന്ദി ഡോക്ടർ. താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ആൻഡ് ഈ ഒരു ഡൗട്ട് എനിക്കുമുണ്ട് ഡോക്ടർ, കാരണം ഓട്ടിസം അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലേ? അല്ല, ഡെലിവറി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോ കുഞ്ഞ് ഡെലിവറി ആയി ഒരു വയസ്സ് വരെ പോലും ചിലപ്പോൾ ഓട്ടിസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ നോർമൽ മൈൽ സ്റ്റോൺസ് അവർ പ്രത്യേകിച്ച് സോഷ്യൽ മൈൽ സ്റ്റോൺസ് അവർ അറ്റൈൻ ചെയ്യാതെ വരുമ്പോൾ, ഐ കോണ്ടാക്ട് ഇല്ലാതെ വരിക, ബാക്കിയുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറഞ്ഞു വരിക, അത് കൂടുതലും ഈ പേരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാതെ വരുമ്പോൾ അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ കൊടുക്കുമ്പോൾ അവർക്കുള്ള അറ്റൻഷൻ കുറയുമ്പോൾ ചിലപ്പോൾ ഇത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ചില കുഞ്ഞുങ്ങൾക്കത് ഓട്ടിസമൊക്കെ വരുന്നത് ഒരു 2 വയസ്സ് 3 വയസ്സ് സമയത്ത് അവരുടെ ആ ഒരു സ്കൂൾ ഗോയിങ്ങിലോട്ടൊക്കെ അവർ പോകുന്ന സമയത്തായിരിക്കും മിക്ക കുഞ്ഞുങ്ങൾക്കും അത് കണ്ടുപിടിക്കുന്നത്. ഡോക്ടർ, അതൊരു ജനറ്റിക് ഡിസോർഡർ, ജനറ്റിക് പ്രശ്നമല്ല, ജനറ്റിക് പ്രശ്നമല്ല. ഓക്കെ ഓക്കെ. ആൻഡ് ഡോക്ടർ, നമ്മൾ ഈ കോളറിന് മുന്നേ നമ്മൾ ലൈഫ് സ്റ്റൈൽസിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ മറ്റേ കോളർ സംസാരിച്ച പോലെ തന്നെ ഷുഗർ ആൻഡ് ബ്ലഡ് പ്രഷർ ലെവലൊക്കെ ഒരുപാട് ഗ്രോത്തിനെ ബാധിക്കുമല്ലോ. പിന്നെ ഈ ഒരു സമയത്ത് എക്സസൈസസ് ഒക്കെ എങ്ങനെയാണ്? അത് ആക്ച്വലി ഡേഞ്ചറസ് ആണോ അതോ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നല്ലതാണോ? അതായത് ഇപ്പോൾ എല്ലാവർക്കും എനിക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് ഈ പ്രഗ്നൻസി എക്സസൈസ്. ഇപ്പോൾ ഓരോരുത്തരുടെയും കേസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസിയാണ്, അവരുടെ ഡോക്ടർ പറയാൻ അൺകോംപ്ലിക്കേറ്റഡ് ആണ്. വേറെ എസ്പെഷ്യലി ഫസ്റ്റ് ഒരു 3 മന്ത്സ് നമ്മൾ ഭയങ്കര വിഗറസ് എക്സസൈസിലോട്ട് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അവരൊരു പ്രഗ്നൻസി അവരുടെ ലൈഫിൽ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് അവർ കൺസീവ് ആകുന്നത്. അവരുടെ പ്രഗ്നൻസിയിൽ അവരുടെ യൂട്രസ് എങ്ങനെയാണ് ബേബിയോട് ബിഹേവ് ചെയ്യുക, അവർക്കൊരു മിസ്കാരേജിനുള്ള റിസ്ക് ഉള്ള ആളാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 3 മന്ത്സ് അവർക്ക് ബ്ലീഡിങ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, വേറെ മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈലി അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നോർമലി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാം. ചെറിയ ചെറിയ വാക്കിംഗ് എക്സസൈസും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 3rd മന്തിന് ശേഷം ആകുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഈ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്, ബേബിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രീടേമായിട്ട് പെയിൻ വരാൻ സാധ്യത ഉള്ളവരാണോ എന്നൊക്കെ നമുക്ക് സ്കാനിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമലായിട്ട് ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും അവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പൊതുവേ നമ്മൾ പ്രഗ്നൻസിക്ക് മുൻപ് ഒന്നും ചെയ്യാതിരുന്ന ഒരാൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയ സമയത്ത് അവർ പെട്ടെന്ന് ജോഗിങ്ങിന് പോവുക, ജിമ്മിൽ പോവുക, ഭയങ്കര എക്സസൈസുകളും ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് എക്സസൈസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നോ ആ എക്സസൈസുകൾ നമുക്ക് പ്രഗ്നൻസിയിൽ ധൈര്യമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓടിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ ഓടാം, ഡാൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യാതിരുന്ന എക്സസൈസുകൾ പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രഗ്നൻസിയിൽ ഇതൊന്നും ചെയ്യാത്തവർക്കാണെന്ന് നോർമൽ വാക്കിംഗ് എക്സസൈസ്, സ്ക്വാറ്റിങ്, നമ്മൾ ബോൾ എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇതൊക്കെ അവരുടെ പ്രഗ്നൻസി അൺകോംപ്ലിക്കേറ്റഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളെങ്കിലും അവർക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ എക്സസൈസുകളിലോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ആ ഒരു പ്രഗ്നൻസി ടൈമിന്റെ ബിഗിനിങ് സ്റ്റേജ് ആകുമ്പോഴത്തേനും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ആക്ടിവിറ്റീസും, സ്പോർട്സ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒക്കെ നിർത്തി കാമായി നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മിസ്കോൺസെപ്റ്റ് ആണ്. അത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നോർമൽ നാച്ചുറൽ ഇതാണ്. പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുള്ള പ്രഗ്നൻസികളാണ്, പ്രീവിയസ് മിസ്കാരേജുകൾ ഉള്ളവരാണ്, അപ്പോൾ അവർക്ക് PCOD ഒക്കെ ഉള്ളവരാണ്, സ്കാനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ കുറച്ചൊന്ന് റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് പറയുന്നതാണ്. എന്നാലും ഈ പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടേഴ്സ് പറയാതെ നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയിൽ എക്സസൈസ് ഒന്നും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഫസ്റ്റ് 3 മന്ത്സ് എപ്പോഴും ഒരു ദൂരയാത്രകളോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ജോലികളോ അങ്ങനെയൊക്കെ എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഇന്നത്തെ കാലത്ത് എല്ലാ ലേഡീസിനും കാണുന്ന ഒരു പ്രോബ്ലമാണ് PCOD. ഇപ്പോൾ PCOD എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഒരു ഗ്രോത്തിനെ ബാധിക്കുന്നത്? അതായത് PCOD കാരണം അമിതവണ്ണമുള്ള അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചിലതായിട്ടൊരു വൈകല്യങ്ങൾ കാണാറുണ്ട്. നോർമൽ PCOD ഉള്ളവർക്ക് വലിയ പ്രശ്നം വരത്തില്ല. കാരണം അവർക്ക് വരാവുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിൻ നേരത്തെ വരിക, പ്രീടേം ലേബറിലോട്ട് പോവുക,
പിന്നെ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഒബീസ് ആയിട്ടുള്ള അവരുടെ ഒരു വെയിറ്റ് ഹൈറ്റ് റേഷ്യോ ഒക്കെ 25 എബോവ് ആയിട്ടുള്ള BMI കൂടിയ മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശതമാനം അത്തരത്തിലുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഇന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ലേഡീസ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്കത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? വെയിറ്റ് റിഡക്ഷൻ ചെയ്യാം. പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഐഡിയലി അവരുടെ ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രഗ്നൻസിയിലുള്ള വെയിറ്റ് ഗെയിൻ, പിന്നെ ചിലർക്ക് വെയിറ്റ് എത്ര നോക്കിയാലും കുറയാത്ത ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരുടെ വെയിറ്റ് കുറയുന്നില്ല. ടോപ്പിക്കിലേക്ക് വരാൻ ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എൻ്റെ പേര് ദേവിക. ദേവിക, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അവൾക്ക് ഇപ്പൊ ഡയബറ്റിക്കിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഗർഭിണിയാണ്, 5 മാസമായി. ഓക്കെ. ഇപ്പൊ ഡോക്ടർ എപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഷുഗർ ലെവൽ കൂടുകയും കുറയുകയും ചെയ്ത ഈ വൈകല്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ലൈവ് ഇങ്ങനെ കണ്ടത്. അപ്പൊ അങ്ങനെ വരാറുണ്ടോ ഡോക്ടർ? അങ്ങനെ വരാതിരിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. അതെ, ഷുഗർ ഉള്ള അമ്മമാരുടെ ഷുഗർ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹാർട്ടിനുള്ള വൈകല്യങ്ങളും നാഡീരോഗങ്ങൾ, സ്പൈനൽ കോഡ്, നട്ടലിന് വരാവുന്ന പ്രശ്നങ്ങളും ഷുഗറുള്ള കിഡ്നിക്ക് വരാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. ഷുഗർ ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു ലെവൽ ഉണ്ടാവുമല്ലോ. ഇൻസുലിനാണോ എടുക്കുന്നത്? ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഡോക്ടർ. 200 അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ 200 വളരെ കൂടുതലാണ് പ്രഗ്നൻസിയിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു ഡോക്ടർ പറയുന്ന അനുസരിച്ച് തന്നെ ഇൻസുലിനൊക്കെ നല്ല രീതിയിൽ എടുത്ത് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഷുഗർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഈ വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ നമുക്കത് സ്കാനിങ്ങിലൊക്കെ അറിയാനായിട്ട് സാധിക്കും. 5-ാം മാസത്തിലെയും അതുപോലെ തന്നെ 6-ാം മാസത്തിലും നമ്മൾ ചെയ്യുന്ന ഫീറ്റൽ എക്കോ എന്നൊക്കെ പറയുന്ന സ്കാനിങ്ങുകളുണ്ട്. അതൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഫീറ്റൽ മെഡിസിൻ ഡോക്ടറെ കൊണ്ട് തന്നെ സ്കാനിങ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഈ കോളറിന് മുന്നേ നമ്മളൊരു വെയിറ്റ് ഗെയിനിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രഗ്നൻസിയിൽ ചിലർക്ക് നമ്മൾ പറഞ്ഞു വെയിറ്റ് കുറയത്തില്ല. ചിലർക്ക് എത്ര നോക്കിയാലും വെയിറ്റ് കൂടിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രഗ്നൻസി ചിലർക്ക് ആകാൻ തന്നെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ചിലർക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരാറുണ്ട്. ചിലർക്ക് ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടായിരിക്കും ഡോക്ടർ കോളേഴ്സ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എന്റെ മകളുടെ കുട്ടിക്ക് 1 വയസ്സും 2 മാസമായി. പക്ഷെ കുട്ടിക്ക് ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല. ഡോക്ടറോട് ചോദിച്ചോളൂ. എവിടുന്നാ വിളിക്കുന്നത്? തൈക്കാട്. ചോദിച്ചോളൂ ഡോക്ടർ. കുഞ്ഞിനിപ്പോ എത്ര വയസ്സായി? 1 വയസ്സ്. മാഡം നമസ്കാരം. പറഞ്ഞോളൂ. എന്റെ കുട്ടിക്ക്, മകളുടെ കുട്ടിക്കാണ് 1 വയസ്സും 2 മാസമായി. ഇതുവരെ അവൻ മലർന്ന് കിടന്നിട്ട് എല്ലാം ചെയ്യും. കാലുകൊണ്ട് വേണമെങ്കിൽ ഒരു കസേര വേണമെങ്കിൽ തള്ളിയൊക്കെ ഇടും. പക്ഷെ അവന് എണീറ്റ് നിൽക്കാനോ അവനെ പിടിച്ചു നിർത്താനോ നടക്കാനൊന്നും ഇപ്പം പറ്റുന്നില്ല. അരയ്ക്ക് താഴെ എന്തോ സ്തംഭനം പോലെയോ എന്താണെന്ന് അറിയില്ല, ബലമൊന്നുമില്ല. ആണോ? കുഞ്ഞിനെ എവിടെയെങ്കിലും കാണിച്ചിരുന്നോ? തൈക്കാട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോഴത്തേക്കും ആഴ്ചയിൽ 2 ദിവസം വന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ചില കുഞ്ഞിന് വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് അവന്റെ 8-ാം മാസത്തിലാ പ്രസവിച്ച് 900 ഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ വെയിറ്റ് പ്രീടേം ആയിട്ടുള്ള കുഞ്ഞല്ലായിരുന്നോ? അപ്പൊ അവരുടെ വെയിറ്റ് എന്ന് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അവർ ഗർഭപാത്രത്തിലായിരുന്ന സമയത്തുള്ളത് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റു കുഞ്ഞുങ്ങൾ, അതായത് ഡേറ്റ് ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ ഈ പ്രീടേം ആയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സ്, മൈൽ സ്റ്റോൺസ് ശരിയാവത്തില്ല. അത് അവർക്ക് നോർമലായിട്ട്, അത് SAT-ലായിരുന്നോ ഡെലിവറി? ഓക്കെ. അപ്പോൾ അത് നോർമലായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ട ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കൊരു 2 വയസ്സ് അപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അത് ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിച്ചാൽ മതി. അവർ പറയുന്ന പോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരാറുണ്ട്. ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ ഒരു സഹായത്തോടു കൂടിയേ ഈ കുഞ്ഞുങ്ങൾക്ക് നോർമലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരത്തുള്ളൂ. നോർമലായിട്ട് കുഞ്ഞു വർത്തമാനമൊക്കെ ചെറിയ വാക്കുകൾ 1-2 വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിയോ? സംസാരം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് പേടിക്കണ്ട കേട്ടോ. അത് 8 മാസം കഴിക്കില്ല. ഒരു ദോശ ഒരു ഇഡ്ഡലി എങ്ങാനും 2 മണിക്കൂറുണ്ടാ കഴിക്കണം. ഓക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് പ്രീ ടേം ബേബീസിന് കുറച്ച് അവർക്ക് നോർമൽ കുട്ടികളെ വെച്ച് നോക്കുമ്പം ഡെവലപ്മെൻറ്റ് കുറച്ച് പിന്നിലോട്ടായിരിക്കും. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ആ തെറാപ്പികളൊക്കെ കൊടുത്ത് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി കുഞ്ഞിന് നല്ല രീതിയിൽ കുഞ്ഞിൻ്റെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആവാനും സംസാരിക്കാനും അവരുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അത് ശരിയായിക്കോളും. അപ്പൊ ഭക്ഷണമൊക്കെ ഇപ്പൊ എന്താ കൊടുക്കേണ്ട? അത് കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചിട്ട് കുഞ്ഞിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അവർ പറയും കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ഡോക്ടർ, ബാക്ക് ടു PCOD ടോപ്പിക്. അപ്പം പ്രഗ്നൻസി ആകാൻ തന്നെ ചിലർക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ അത്തരക്കാർക്ക് ചിലപ്പോൾ IVF അങ്ങനെയുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെ വേണ്ടി വരാറുണ്ട്. പിന്നെ ഇവർ IVF പ്രഗ്നൻസിയിലോട്ട് പോകുവാണെങ്കിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് PCODക്കാർക്കും അല്ലാത്തവർക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പ്രീ ടേം ലേബർ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ട്വിൻസ് പോലെയുള്ള പ്രഗ്നൻസീസൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി എപ്പോഴും നമ്മൾ കൺട്രോളാക്കി വെക്കാൻ തന്നെയാണ് സ്ത്രീകളോട് പറയുന്നത്. കാരണം അവർ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അവരോട് വെയിറ്റ് ഗെയിൻ പറയും. ഇപ്പോൾ വെയിറ്റ് കൂടിയ, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഒരു 16-17 കിലോ വരെ പ്രഗ്നൻസിയിൽ അവർക്ക് കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. മെലിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അതായത് വെയിറ്റ് കുറഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ കൂടുതലും കൂടാം, 18 കിലോ വരെ കൂടാം. എന്നാൽ വെയിറ്റ് ഉള്ള ഒബീസ് ആയിട്ടുള്ള മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നൻസിയിൽ ഒരു 7 കിലോയിൽ കൂടുതൽ കൂടാൻ പാടില്ല. പക്ഷേ നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്നത്. വെയിറ്റ് ഉള്ള മദേഴ്സ് തന്നെയാണ് കൂടുതലായിട്ട് അവർ പ്രഗ്നൻസിയിൽ വെയിറ്റ് ഗെയിൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കുറയുന്നു. ഷുഗർ, BP, നേരത്തെ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുക, പിന്നെ ഷുഗറൊക്കെ ഉള്ള മദേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ വരാം. കുഞ്ഞിൻ്റെ ഷുഗർ താഴ്ന്നു പോകാം, കുഞ്ഞിന് ജോണ്ടിസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് നോർമൽ ബേബീസിനെക്കാട്ടിലും, നോർമൽ ബേബീസ് ഡെലിവറി കഴിഞ്ഞ 6 ആഴ്ചയിൽ മതി ചെക്കപ്പ്. പക്ഷേ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഡോക്ടർ, അപ്പോൾ ആദ്യമേ അതൊരു നോ ഹൗ വെച്ചിട്ട് വേണം അല്ലേ ഒരു PCOD എപ്പോഴും കൺട്രോൾ ആക്കി വെക്കേണ്ട അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ നമുക്കറിയാം ഒരു 60% സ്ത്രീകൾക്കും PCOD ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം അവർ പ്രഗ്നൻസി പ്ലാൻസിലോട്ട് പോകാനായിട്ട്. പിന്നെ ഡോക്ടർ, ഇപ്പം 40 and 45+ ആയിട്ടുള്ള ആൾക്കാർ വരെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ, അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വൈകല്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു 35 വയസ്സിന് ശേഷം ജനിതക വൈകല്യങ്ങൾ വരാനുള്ള സാധ്യത 50%. അത് 40 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 90%. 45 വയസ്സിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 95%. അപ്പോൾ ജനിതക വൈകല്യങ്ങൾ എപ്പോഴും അമ്മയുടെ പ്രായത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ 35 വയസ്സിന് താഴെയാണ് നമ്മൾ പ്രഗ്നൻസി എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ ഡോക്ടർ. ആൻഡ് ഡോക്ടർ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഫോളിക് ആസിഡ് അല്ലെങ്കിൽ അയൺ സപ്ലിമെന്റ്സ് ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ ചാൻസ്? ഫോളിക് ആസിഡ് വളരെ പ്രഗ്നൻസിയിൽ നമ്മൾ നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു ടാബ്ലറ്റാണ്. പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഒരു മാസം മുൻപ് തൊട്ട് നമ്മൾ പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ചിലർക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഫിറ്റ്സ് ഒക്കെ ഉള്ള മദേഴ്സിന്, ഡയബറ്റിസ് ഉള്ള മദേഴ്സിന്, പ്രീവിയസ് കുഞ്ഞിന് എന്തെങ്കിലും നാഡീരോഗങ്ങളുള്ള അമ്മമാരൊക്കെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഹൈ ഡോസ് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ നോർമൽ പ്രഗ്നൻസിയിലുള്ള അമ്മമാർക്ക് നോർമൽ ഡോസ് വേണ്ട, ഹൈ ഡോസ് വേണ്ട, നോർമലായിട്ടുള്ള പ്രിവെൻറ്റീവ് ഡോസ് 3 മാസം 12 ആഴ്ച വരെ എടുക്കണം. ഈ ഫോളിക് ആസിഡ് എടുത്തില്ലെങ്കിൽ ഈ സ്പൈനൽ കോഡിൽ അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയും നാഡീ രോഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ പൊതുവെ ഹെൽത്തി പ്രഗ്നൻസിക്ക് എപ്പോഴും ഫോളിക് ആസിഡ് നമ്മൾ നേരത്തെ തന്നെ പ്രഗ്നൻസിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സപ്ലിമെന്റ്സ് ഒരുപാട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ല, സപ്ലിമെന്റ്സ് നമുക്ക് ഫോളിക് ആസിഡ് നിർബന്ധമായിട്ട് നമ്മുടെ ഇന്ത്യൻ റെക്കമെൻഡേഷൻസ് അനുസരിച്ച്, ഇപ്പം വിദേശ രാജ്യങ്ങളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ അയൺ, കാൽസ്യം അങ്ങനെ അവർ റെഗുലർലി കൊടുക്കത്തില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്തിട്ടാണ് അത് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് വരുന്നത്. അതനുസരിച്ച് നമ്മൾ 12ാമത്തെ ആഴ്ച തൊട്ട്, കാരണം ഇന്ത്യൻ സ്ത്രീകളിൽ വിളർച്ച അല്ലെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനീമിയ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഗ്രോത്ത് കുറയാനും
മാസം തികയാതെ പെയിൻ വരാനും ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകൾ നിർബന്ധമായിട്ടും 12 ആഴ്ച തൊട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ചുള്ള അയണും കാൽസ്യം സപ്ലിമെൻറ്റ്സും നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ടതാണ്, കഴിക്കണം. ഡോക്ടർ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആൾക്കാർ കുഞ്ഞുങ്ങൾക്കായിട്ട് ട്രൈ ചെയ്യുന്ന എന്നാൽ ഷുഗർ അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളുണ്ടായിരിക്കുമല്ലോ, അവർക്കായിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാം? അപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല, നമുക്കിപ്പോൾ എല്ലാവരും കൂടുതൽ പ്രഗ്നൻസിയെ പറ്റി അവെയറാണ്. എല്ലാവരുടെയും പ്രഗ്നൻസീസ് മിക്കവാറും പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രഗ്നൻസിക്ക് എപ്പോഴും പ്ലാൻ ചെയ്ത് തന്നെ പ്രഗ്നൻ്റ് ആവുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഷുഗർ, തൈറോയ്ഡ്, ഹീമോഗ്ലോബിൻ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. കാരണം ഹൈ തൈറോയ്ഡൊക്കെ നമ്മൾ പലരും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഫസ്റ്റ് വിസിറ്റ് വന്ന് നോക്കുമ്പോഴായിരിക്കും അവരുടെ ഷുഗേഴ്സ് ഹൈ ആയിരിക്കും, തൈറോയ്ഡ് ഹൈ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ബേബിയിലാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. തൈറോയ്ഡ് അമ്മയുടെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഹൈപ്പോ തൈറോയിഡസ് ഉള്ള മദർ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഐക്യൂനെയാണ് അത് ബാധിക്കുന്നത്, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പം വിളിച്ചവരെല്ലാം പറയുന്ന പോലെ അവർ പ്രഗ്നൻസിയിലാണ് അത് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് കുഞ്ഞിന് വൈകല്യങ്ങൾ വരാനും പിന്നെ അപ്പം ചിലപ്പോൾ നല്ല കൺട്രോൾ കിട്ടത്തില്ല. ഓൾറെഡി പ്രഗ്നൻസി എന്ന് പറയുന്നത് ഷുഗർ വരാൻ സാധ്യതയുള്ളൊരു, ഷുഗർ ഇല്ലാത്തവർക്കും വരാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഷുഗർ ഉള്ളവർ കണ്ടുപിടിക്കാതെ പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ കൺട്രോളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഓൾറെഡി ഷുഗറിനും ബി പിക്കും ഒക്കെ ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഡോക്ടറെ കണ്ടിട്ട് ആ ടാബ്ലറ്റ് പ്രഗ്നൻസിയിൽ സേഫായിട്ട് എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. മിക്കപ്പോഴും ഔട്ട്സൈഡ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻ്റ് അല്ലാത്തവർക്ക് കൊടുക്കുന്ന ഷുഗറിൻ്റെയും ബി പിയുടെയും ടാബ്ലറ്റ് അല്ല നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം അവർ പ്രഗ്നൻസിക്ക് വേണ്ടി കൂടുതലായിട്ട് ട്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഡയബറ്റിക് ലൈക്ക് പ്രഗ്നൻസി പീരിയഡിൽ ഡയബറ്റിക് ആവാനും ചാൻസസ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പം ഡോക്ടർ, ഏറ്റവും കൂടുതൽ കേസസ് വരുന്നത് എങ്ങനെയാണ്? ലൈക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കേസസ് ഏതാ വരുന്നത്? ഷുഗർ, ബി പി അങ്ങനെയുള്ള ഇതാണോ? എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നത് എങ്ങനെയാണ്, എന്ത് റീസൺ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്? ഏറ്റവും മോസ്റ്റ് ഓഫ് ദി കേസസ് ലൈക്ക് ഇത് ഡേഞ്ചർ ആണല്ലോ, ഇത് കുഞ്ഞിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുമോ? അതായത് ചിലപ്പം മിക്കപ്പോഴും കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന വൈകല്യങ്ങൾ ഉണ്ടാകും, മിക്കവർക്കും ഉണ്ടാവുന്നതാണ്. കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കിഡ്നിയിലൊരു ചെറിയ വീക്കം കാണാറുണ്ട്. അത് റീനൽ പെൽവിസ് ഡയലറ്റേഷൻ എന്ന് പറയും. അത് ഒരു ഒരു 50% കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. അതിന് നമുക്ക് ജനറ്റിക് ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഓരോ സ്കാനിങ്ങിൽ അത് കൂടുന്നുണ്ടോ, നീർക്കെട്ട് കൂടുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കുക. നീർക്കെട്ടൊന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നോർമലി കുഞ്ഞിൻ്റെ ബേബിയുടെ യൂറിനാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡായിട്ട് വരുന്നത്. അപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നോർമൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ബേബിയുടെ കിഡ്നി നോർമലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പം അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്കത് എടുക്കാറില്ല. അത് ജസ്റ്റ് ഫോളോ അപ്പ് മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഭയങ്കര ലീത്തൽ അനോമലീസ്, അതായത് ഭയങ്കര ഗുരുതരമായ വൈകല്യങ്ങൾ വരാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ പോലെ ഈ നമ്മുടെ എനൻകെഫാലി എന്ന് പറയും, അതായത് തലയൊട്ടി സ്കൾ ബോൺസ് പ്രോപ്പറായിട്ടൊന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ള ബേബീസ് പ്രഗ്നൻസി ഒരിക്കലും സർവൈവ് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ അമ്മയുടെ യൂട്രസിൻ്റെ അകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടും ബേബി മരിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനൊക്കെയാണ് ലീത്തൽ അനോമലീസ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വൈകല്യം വെച്ചിട്ട് കുഞ്ഞിന്, അതായത് ഔട്ട്സൈഡ് ദി യൂട്രസ് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസാണ് ലീത്തൽ അനോമലീസ്. അത്തരത്തിലുള്ള അനോമലീസ് ഉള്ള കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MTP ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗലി തന്നെ അത്തരം കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാനുള്ള നിയമവ്യവസ്ഥകൾ ഇന്ന് അവൈലബിൾ ആണ്. ഡോക്ടർ, അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, മദറിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അതെങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളിലോട്ട് ബാധിക്കുന്നത്? അത് ഒരുപാട് ഡേഞ്ചർ ആണോ? നമ്മൾ അത്രയും മാത്രം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതായത് മദറിനുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻസ് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ് പ്രഗ്നൻസിയിൽ, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ രൂപപ്പെടുന്ന സമയത്ത്. ഇപ്പോൾ നോർമലായിട്ടുള്ള നമ്മളുള്ള വൈറൽ ഫീവറൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഫീവർ വിത്ത് റാഷ്, അതായത് പനിയുടെ കൂടെ ശരീരത്തിൽ ചുമന്ന തടിപ്പുകൾ വരുന്ന പനികളുണ്ട്. അതാണ് ഈ വൈറൽ ഫീവർ വിത്ത് റാഷസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ചിക്കൻ പോക്സ്, റുബെല്ല അങ്ങനത്തെ പനികളാണ് കൂടുതലായിട്ട് വരുന്നത്. മീസിൽസ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് കുഞ്ഞുങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള വൈറൽ ഇൻഫെക്ഷൻസ്. അതിൽ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് റുബെല്ല എന്ന് പറയുന്നത്. ഈ റുബെല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ ചില കുഞ്ഞുങ്ങൾ കേൾവി ശക്തി ഇല്ലാതെയൊക്കെ ജനിക്കും, ചിലർക്ക് ഹാർട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് മിക്കപ്പോഴും അത് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. കാരണം കുഞ്ഞിൻ്റെ കേൾവി ശക്തി ഒരിക്കലും നമുക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അപ്പം മദർ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വിത്ത് റാഷസ് വരുവാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും ബ്ലഡിലൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. മദറിന് ആ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആംനിയോസെൻറ്റസിസ് എന്ന പ്രൊസീജിയർ വഴി നമുക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ ആ ഇൻഫെക്ഷൻ്റെ മാർക്കേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ റുബെല്ല വന്ന കുട്ടികൾക്ക് കാഴ്ചയിൽ, കേൾവിക്ക്, ബുദ്ധിയിലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ അവയവങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് എല്ലാവർക്കും ഭയങ്കര, ഒരു വീട്ടിലൊരാൾക്ക് ചിക്കൻ പോക്സ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാണ് ഇനിയും വരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ചിക്കൻ പോക്സ് വന്നിട്ടില്ലാത്ത ഒരു മദറാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ചിക്കൻ പോക്സിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് എടുക്കാം. ഈ വരാതിരിക്കാനുള്ള മെഡിസിൻസ് 100% അല്ല, പക്ഷേ ഈ വരുന്ന ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യുന്ന വൈറൽ ടാബ്ലറ്റ്സ്, ആൻറ്റി വൈറൽ ടാബ്ലറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. ചിക്കൻ പോക്സ് 28 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 7 മാസത്തിന് ശേഷമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 28 ആഴ്ചയ്ക്ക് മുൻപാണെന്നുണ്ടെങ്കിൽ 1% കുഞ്ഞുങ്ങളെ, എന്നാലും കുറവാണ്, ചിക്കൻ പോക്സിൽ പൊതുവേ കുറവാണ്. പക്ഷേ ചിക്കൻ പോക്സിനെ നമുക്ക് സ്കാനിങ്ങിൽ ബ്ലഡ് ആംനിയോസെൻറ്റസിസ് പ്രൊസീജിയർ വഴി നമുക്ക് 100% കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ നമുക്ക് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ചുമയോടും പനിയോടോ തൊണ്ടവേദന, അങ്ങനത്തെ ഇപ്പോൾ ഈവൻ ഡെങ്കു ഫീവർ അങ്ങനെയൊക്കെ വന്നാൽ പോലും പ്രഗ്നൻസിയിൽ മദറിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കണം, സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് മദറിനെ നമ്മൾ കെയർ ചെയ്താൽ മതിയാവും. ബേബിക്കിലോട്ട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള തടിച്ചു പൊങ്ങലോ ചൂടുകുരു പോലെയൊക്കെ വരുന്ന വൈറൽ പനികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ റുബെല്ല പോലത്തെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധ വേണം അല്ലേ? ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, വെൽക്കം ടു കെയറിംഗ് ഹാൻഡ്സ്. ഇതാരാണ്? എന്റെ പേര് രശ്മി എന്നാണ്. എവിടെന്നാ വിളിക്കുന്നത്? വട്ടിയൂർക്കാവിൽ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോ. പറഞ്ഞോളൂ രശ്മി. ഡോക്ടർ, ഏതൊക്കെ മാസങ്ങളിലാണ് ഈ സ്കാൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആദ്യം പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ഒരു സ്കാൻ എടുക്കണം. ഒരു 7-8 ആഴ്ചയ്ക്കുള്ളിൽ അകത്ത് ചെയ്യേണ്ട ഒരു സ്കാനിങ് ആണ്. പിന്നെ 3-ാമത്തെ മാസത്തിൽ നമ്മൾ NT സ്കാനിങ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. 5-ാമത്തെ മാസത്തിൽ അനോമലി സ്കാൻ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസിയുടെ കോഴ്സ് അനുസരിച്ചാണ്, അതായത് ഓരോരുത്തരും അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ 8-ാം മാസത്തിലുള്ള സ്കാനിങ് ആയാലും മതിയാവും. അത് നമ്മുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ബേബിയുടെ ഗ്രോത്ത് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 8-ാം മാസത്തിലും ഡെലിവറിയോട് അടുപ്പിച്ച് ഒരു സ്കാനിങ് മതിയാവും. ഓക്കെ. അപ്പൊ ഈ നമ്മൾ ഡോക്ടർ കൺസൾട്ടേഷൻ പോകുമ്പോൾ ഡോക്ടർ എപ്പോഴും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാറില്ലേ? അതിനെന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ എല്ലായിടത്തും അൾട്രാസൗണ്ട് മെഷീൻസ് അവൈലബിൾ ആണ്. നമ്മൾ പണ്ടൊക്കെ ഡോപ്ലർ ഒക്കെ വെച്ച് കേട്ടിരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനും എന്തെങ്കിലും പെട്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് സ്കാൻ അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല. അപ്പം അത് കുഴപ്പമില്ല. അപ്പൊ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന ചില സ്കാൻസ് ഇല്ലേ, അതും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3-ാം മാസത്തിലെ 5-ാം മാസത്തിലെ സ്കാനിങ്ങുകളാണ്. പിന്നെയുള്ള സ്കാനിങ്ങുകളൊക്കെ കുഞ്ഞിന്റെ വളർച്ച നോക്കാൻ, എന്തെങ്കിലും പ്രഗ്നൻസി ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കേസിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്കാനിങ്ങുകളൊക്കെ എടുത്താൽ മതിയോ പിന്നീടുള്ളതൊക്കെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. ആൻഡ് ഡോക്ടർ, നമ്മൾ ഈ കോളറിന് മുന്നേ നമ്മൾ ഇൻഫെക്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തോളൂ. അപ്പോൾ റുബെല്ല ഇൻഫെക്ഷൻ അത് ആ റിലേറ്റഡ് വന്നു കഴിഞ്ഞാൽ കേൾവി അല്ലെങ്കിൽ കാഴ്ചശക്തി. അതുപോലെ വേറൊരു കോമൺ ഇൻഫെക്ഷനാണ് സൈറ്റോമെഗാലോ, CMV ഇൻഫെക്ഷൻ എന്ന് പറയും. ഈ ടോർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസിൽ വരുന്നതാണ് CMV എന്നൊക്കെ പറയുന്നത്. അതും വളരെ ബേബിക്ക് ഹിയറിംഗ് ലോസും വളർച്ചക്കുറവ് അത് ഒത്തിരിയേറെ വരാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5-ാം മാസം തൊട്ടേ അവർക്ക് വളർച്ച ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ പലപ്പോഴും ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ അറിയില്ല വന്നു പോകുന്നത്. മിക്കവർക്കും സിംറ്റംസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയൊരു പനിയോട് കൂടിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ 5-ാം മാസത്തിലൊക്കെ സ്കാനിങ് നോക്കുമ്പോൾ കുഞ്ഞിന് വളർച്ചക്കുറവ് കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ റിട്രോസ്പെക്റ്റീവ്ലി കുഞ്ഞിന് ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ അതോ ഇൻഫെക്ഷൻ ആണോ കാരണം എന്നുള്ള കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ജനറ്റിക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത് കുഞ്ഞിന് ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതൊരു ആംനിയോസെൻറ്റസിസ് തന്നെയാണ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഡോക്ടർ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്കങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കുക, പിന്നെ നമ്മൾ ഇൻഫെക്ഷൻസിന് എക്സ്പോഷർ വരുന്ന സമയങ്ങളിൽ മാസ്ക് ധരിക്കുക,
പനിയും ചുമയൊക്കെ ഉള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഒത്തിരി സോഷ്യൽ എക്സ്പോഷേഴ്സൊക്കെ കുറയ്ക്കുക. പ്രഗ്നൻസിയിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യാവുന്ന. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രാമത്തെ മാസം തൊട്ടാണ് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവേണ്ടി ഒരു ഗ്രോത്തിനെ പറ്റി? കാരണം ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. 5-ാം മാസം ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ആ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. പക്ഷേ സ്കാനിങ്ങിൽ നമുക്ക് എല്ലാ ഓർഗൻസും കണ്ടു തുടങ്ങുന്നത് 5 മാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം ഗർഭിണികൾക്ക് വലിയ വെയിറ്റ് ഗെയിൻ ഒന്നും വരത്തില്ല. ഇൻഫാക്റ്റ് ചിലർക്ക് വെയിറ്റ് ലോസ് ആണ് വരാറുള്ളത്. അപ്പോൾ പലർക്കുള്ള ടെൻഷനാണ്, വെയിറ്റ് കുറഞ്ഞു പോവുകയാണ്, കുഴപ്പമാണോ. ആദ്യത്തെ 5 മാസം വരെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ വളർച്ച നോർമലാണെന്നുണ്ടെങ്കിൽ മദറിൻ്റെ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ 5-ാം മാസത്തിന് ശേഷം മദറിൻ്റെ വെയിറ്റ് ഗെയിൻ വരേണ്ടതാണ്. അപ്പോൾ അതിൽ വെയിറ്റ് ഗെയിൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പല കാരണങ്ങളാകാം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ജനറ്റിക് പ്രോബ്ലം ആകാം, ചിലർക്ക് ഇൻഫെക്ഷൻ്റെ കാരണങ്ങളാകാം, ചിലർക്ക് പ്ലാസൻറ്റ, അതായത് ബേബിക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് മദറിൻ്റെ പ്ലാസൻറ്റയാണ്. അപ്പോൾ പ്ലാസൻറ്റ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാത്ത പ്രഗ്നൻസീസിലും ബേബീസിൻ്റെ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ മദർ എത്ര കഴിച്ചാലും ബേബിക്ക് വെയിറ്റ് കൂടത്തില്ല. പിന്നെ പ്രഗ്നൻസിയിൽ ഭയങ്കര അമിതമായിട്ടുള്ള ഛർദിയുള്ളവർ, അവർക്കും വെയിറ്റ്, അത്തരത്തിലുള്ളവരുടെയും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഈ ഹാർട്ട് ബീറ്റിൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് വെച്ചിട്ട് നമുക്ക് ഗ്രോത്ത് എന്തെങ്കിലും അസസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പറ്റത്തില്ല. ബേബിയുടെ ഹാർട്ട് റേറ്റ് നോർമൽ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ബേബി അമ്മയുടെ യൂട്രസിൻ്റെ അകത്ത് ഹാപ്പിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹാർട്ട് ബീറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിന്ന് താഴെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇംപെൻഡിങ് സൈനാണ്. അതായത് കുഞ്ഞിന് വളർച്ച കുറവ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനോ അല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണത്. അല്ലാതെ ഹാർട്ട് ബീറ്റ് വെച്ചിട്ട് നമുക്ക് പ്രഗ്നൻസി അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെർവസ് സിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഏത് മാസം തൊട്ടാണ് നമുക്ക് ഈ സ്കാനിങ് ത്രൂ നമുക്ക് സ്കാനിങ്ങിൽ ഏറ്റവും ആദ്യം കണ്ടുവരുന്ന അനോമലീസ് ഈ CNS അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആണ്. ആദ്യത്തെ 3 മാസത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന NT സ്കാനിങ്ങിൽ തന്നെ ഈ നാഡീരോഗങ്ങൾ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലെ അനോമലീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ ബ്രെയിൻ അനോമലീസ് കുറച്ച് ലേറ്റായിട്ടേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ ഒരു 7 മാസം വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം കുഞ്ഞിൻ്റെ ബ്രെയിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തെ ചിലപ്പോൾ ഈ ബ്രെയിൻ അനോമലീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഈ സ്കാനിങ്ങിൽ കൂടെ ഇപ്പം ഗ്രോത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി നമുക്കത് എന്തുമാത്രം ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു കണ്ടീഷനിൽ നിന്ന്? അത് നമുക്ക് എന്ത് കണ്ടീഷനാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് സർജറി വഴി പല പ്രശ്നങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം പലർക്കും ഈ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ ഈ വയറിനെയും ചെസ്റ്റിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിയുമ്പോൾ കുടലൊക്കെ ഈ ശ്വാസകോശത്തിൻ്റെ ഭാഗത്തോട്ട് വരുന്നതാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി നമ്മൾ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബേബീനെ സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് അനോമലീസ് ആണ്. അത് കറക്റ്റബിൾ ആണോ, കറക്റ്റബിൾ അല്ലാത്തതാണെങ്കിൽ ഈ പറഞ്ഞ ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സ്, പീഡിയാട്രിക് സർജൻസ് അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ എടുക്കണം. ഇത് എത്രത്തോളം കറക്റ്റബിൾ ആണ്, ഇത് ആഫ്റ്റർ ഡെലിവറി അത് ബേബീനെ ഇമ്മീഡിയറ്റ്ലി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി സർവൈവ് ചെയ്യുമോ എന്നൊക്കെയുള്ളത് നമ്മൾ എല്ലാത്തിലും സ്പെഷ്യലിസ്റ്റുമാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഇതെല്ലാം ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. അതിൽ സ്കാൻ ചെയ്യുന്ന റേഡിയോളജി ഡോക്ടേഴ്സ് ഉണ്ടാവും, ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ടാവും, പീഡിയാട്രിക് സർജൻസ് ഉണ്ടാവും, നിയോനെറ്റോളജിസ്റ്റ്, ഇവരുടെ എല്ലാം ഒപ്പീനിയൻ വെച്ചിട്ടുള്ളതാണ് ഒരു ഇങ്ങനെയുള്ള പ്രഗ്നൻസീസ് നമ്മൾ യൂഷ്വലി ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഡോക്ടറുടെ ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഫേസ് ചെയ്തൊരു കേസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതായത് അനോമലീസ് ഒക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ളത് കണ്ടിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതും കണ്ടിട്ടുണ്ട്. അപ്പം പലതരത്തിലുള്ള അനോമലീസ് നമ്മൾ കാണാറുണ്ട്. ഡേ ടു ഡേ പലർക്കും പല രീതിയിലാണ് വരുന്നത്. പിന്നെ എസ്പെഷ്യലി നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ വരുമ്പം ഒരു പ്രത്യേകിച്ച് ഞാൻ പറയണേ, എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ എല്ലാ പ്രഗ്നൻസീസിലും അവർക്ക് കുഞ്ഞ് മരിച്ചു പോകും. ഒരു 7 മാസം ആകുമ്പോഴേക്കും മരിച്ചു പോകും. ആദ്യത്തെ പ്രഗ്നൻസിയിൽ അവർക്ക് മനസ്സിലായില്ല, ആദ്യത്തെ കുഞ്ഞ് മരിച്ചപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. രണ്ടാമത്തേതും ഇതേ എപ്പിസോഡ് വന്നപ്പോഴാണ് കുഞ്ഞിന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ 7 മാസം 8 മാസമൊക്കെ ആയപ്പോൾ നോക്കിയപ്പോഴാണ് കുഞ്ഞിന് ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ കുഞ്ഞ് മരിച്ച സമയത്താണ് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം അവർ പ്രഗ്നൻസി ആകാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനി ഒരു കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെയിം പ്രോബ്ലം ആ കുഞ്ഞിന് വരുമോ എന്നുള്ളൊരു ഹാർട്ടിന് വരുന്ന ഒരു ജനറ്റിക് പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ അത് പിന്നീട് നമ്മൾ അടുത്ത പ്രഗ്നൻസിയിൽ
ആദ്യം ഈ പേരൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഈ കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ജനറ്റിക് പ്രോബ്ലം വരുമ്പോൾ ഈ പേരൻസ് അതിൻ്റെ കാരിയർ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ജനറ്റിക് ഡോക്ടറുടെ ഹെൽപ്പും കൂടെ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച അതേ രോഗം തന്നെ നമ്മൾ പേരൻസിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ രണ്ടുപേരും കാരിയേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ അവർ IVF-ലോട്ട് പോയി. നമുക്ക് ഈ IVF-ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ യൂട്രസിലോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എംബ്രിയോ ബയോപ്സി എടുത്തിട്ട് നമ്മൾ ആ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ആ കുഞ്ഞിനെ നമ്മൾ IVF വഴി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സക്സസ്ഫുള്ളി പ്രശ്നമില്ല. ഇപ്പോൾ ബേബിക്ക് ഒരു 2 years ഒക്കെ ആയിട്ടുണ്ടോ, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ഡോക്ടർ, സോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഐ തിങ്ക് പ്രേക്ഷകർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഡോക്ടർ ഫോർ ജോയിനിങ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.